ജേക്കബ് ചേട്ടാ 1:30 ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 ഇപ്പം സമയം. എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ, അല്ല വലിഞ്ഞേറി വന്നല്ല. ശരി ശരി ശരി. നടൻ ബാലയ്ക്കെതിരെയുള്ള തെളിവ് പുറത്തുവിട്ട് മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ. 50 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത്. രാത്രി 1:30 മറ്റൊരു പുരുഷനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നതിനെ എതിർത്ത് സംസാരിക്കുന്ന എലിസബത്തിന്റെ ശബ്ദമാണ് ഓഡിയോ ക്ലിപ്പിലുള്ളത്. ബാലയും ഭാര്യ കോകിലയും എലിസബത്തിനെതിരെ പരാതി നൽകിയതിനെ തുടർന്നാണ് ഓഡിയോ ക്ലിപ്പും മോതിരമാറ്റത്തിന്റെ വീഡിയോ ക്ലിപ്പും എലിസബത്ത് പുറത്തുവിട്ടത്. പരാതി നൽകിയതിനു ശേഷം ബാല ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയും മറ്റൊരു വീഡിയോയിൽ എലിസബത്ത് പങ്കുവച്ചു. ഓഡിയോ ക്ലിപ്പിനൊപ്പമുള്ള സ്ക്രീൻ ഗ്രാബിൽ കാണുന്ന പോസ്റ്റിന്റെ കാരണവും എലിസബത്ത് വ്യക്തമാക്കി. എലിസബത്ത് മുൻപിട്ട ഒരു പോസ്റ്റിന്റെ സ്ക്രീൻ ഗ്രാബാണ് ഓഡിയോ ക്ലിപ്പിന് കൊടുത്തിരിക്കുന്നത്. തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റായിരുന്നു അത്. അർദ്ധരാത്രി മറ്റൊരാളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതിനെ എതിർത്ത് സംസാരിച്ചതിനു ശേഷം ആ വീട്ടിൽ കഴിയാൻ ഭയം തോന്നിയപ്പോൾ ഇട്ട പോസ്റ്റാണ് അതെന്നാണ് എലിസബത്തിന്റെ വെളിപ്പെടുത്തൽ. കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറയാനുള്ള ധൈര്യം അന്ന് ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെയൊരു പോസ്റ്റ് ഇട്ടതെന്നും എലിസബത്ത് വ്യക്തമാക്കി. ഇതിനു പിന്നാലെ ബാലയുമായി മോതിരമാറ്റം നടത്തിയപ്പോൾ എടുത്ത വീഡിയോയും എലിസബത്ത് പുറത്തുവിട്ടു. മോതിരം അണിഞ്ഞ് 2 കൈകൾ വീഡിയോയിൽ കാണാം. അതിനെക്കുറിച്ച് എലിസബത്ത് പറയുന്നത് ഇങ്ങനെ: ഞങ്ങൾ കലൂരിൽ താമസിക്കുന്ന സമയത്ത് റിംഗ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് എൻ്റെ വിരലുകളും ആക്ടറിൻ്റെ വിരലുകളുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അങ്ങനെ ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. വേറെ തരത്തിലൊന്നും എഡിറ്റ് ചെയ്ത് ഒന്നും ഇടാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മോതിരത്തിലും ആളുടെ പേര് എൻ്റെ മോതിരത്തിലും കാണാം. എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റിംഗ് എക്സ്ചേഞ്ച്. എലിസബത്ത് പങ്കുവച്ച ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം ഇങ്ങനെയാണ്: ജേക്കബ് ചേട്ടാ, 1:30 ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 ഇപ്പോൾ സമയം. നീ പുറത്തു പോയിക്കോളൂ എന്ന് ബാല പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? ഇതെന്റെ വീടല്ലേ എന്ന് ബാല പറയുന്നു. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അപ്പോൾ എലിസബത്ത് പറയുന്നു. അല്ലാതെ വലിഞ്ഞു കയറി വന്നതല്ല. അപ്പോൾ ശരി ശരി എന്ന് ചിരിച്ചുകൊണ്ട് ബാലയും എന്തൊക്കെ പറയുന്നുണ്ട്. ശനിയാഴ്ചയാണ് ബാലയും ഭാര്യ കോകിലയും എലിസബത്ത് ഉദയനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. തന്നെയും കുടുംബത്തെയും സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്നു എന്ന് കാണിച്ചായിരുന്നു പരാതി.